നെക്സ്റ്റ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. എന്താണ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സോ അതിന്റെ മുമ്പായിട്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്താന്ന് നോക്കാം. ഇക്വേഷൻസ് ഇൻ ദ ഫോം എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0, എ നോട്ട് ഈക്വൽ ടു 0. ഈ ഒരു ഫോമിൽ വരുന്നതിനെയാണ് എന്ത് പറയാ, സെക്കൻഡ് ഡിഗ്രി. പക്ഷെ ഈ എ ഒരിക്കലും 0 ആവരുത്. അതായത് എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കിയേ, എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0, എക്സ് മൈനസ് 7 ഈക്വൽ. അപ്പൊ എക്സിന്റെ ടേം എപ്പോഴും ഉണ്ടാവണം. അപ്പൊ പ്രത്യേകത എന്താ വെച്ചാൽ ഈ എക്സിന്റെ ഈ ഇക്വേഷനിൽ ഓരോ ഇക്വേഷനിൽ എക്സിന്റെ ഏറ്റവും വലിയ പവർ 1 ആണ്. ഇവിടെ ഒന്നുമില്ല എക്സിന് മുകളിൽ, അതിനർത്ഥം അത് 1 ആണ് അല്ലെ. സോ എക്സ് ഉണ്ടാവണം ആ ഇക്വേഷനിൽ. എക്സ് വന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എന്ന് പറയാൻ കാരണം അതിൽ ഈക്വൽ ടു സൈൻ ഉണ്ട്. അത്തരത്തിലുള്ളതിനാണ് നമ്മൾ എന്താ പറയാ, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. അതായത് എക്സിന്റെ ഇവിടത്തേക്ക് പവർ 1. അതാണ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച നോക്കൂ. ഇതിലൊക്കെ നോക്ക, എക്സിന്റെ ഹയസ്റ്റ് പവർ, ഏറ്റവും വലിയ പവർ ഏതാ, 2. അതാണ് സെക്കൻഡ് ഡിഗ്രി. ഡിഗ്രി സെക്കൻഡ് വരും. അപ്പൊ ഇത് ഫസ്റ്റ് ഡിഗ്രി, ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ അതിന്റെ ജനറൽ ഫോം എന്താ, ഏറ്റവും വലിയ പവർ x². അപ്പൊ x²ന്റെ ഒരു ടേം ഉണ്ടാവും. ഇത് നിർബന്ധമായിട്ടുണ്ടാവണം. പിന്നെ എക്സിന്റെ ഒരു ടേം ഉണ്ടാവും. പിന്നെ c കോൺസ്റ്റന്റ് ഈക്വൽ ടു 0. അതില് ഈ x² എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും വലിയ പവർ 2 എന്നുള്ളത്. അപ്പൊ ഈ 2 എപ്പോഴും വരണമെങ്കിൽ ഈ എ എന്താ വരുന്നത്, ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാനായിട്ട് പാടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. x² ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ ആണെങ്കിലോ എക്സ് മതി. പിന്നെ ഇക്വേഷൻ എന്ന് വന്നതുകൊണ്ട് എന്താണ്, ഈക്വൽ ടു ഉണ്ടാവും. ഇക്വേഷൻ എന്നുള്ളതിന് മീനിങ് ഞാൻ എഴുതുന്നുണ്ടാവും ഈക്വൽ ടു. പിന്നെ എപ്പോഴും 0 വരണല്ലേ, ഇപ്പുറത്തെ നമ്പേഴ്സ് ഒക്കെ വരാം കേട്ടോ. അപ്പൊ ഈക്വൽ ടു ഉണ്ടായാലും മതി. പിന്നെന്താ, ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ എക്സ്, നമുക്ക് സെക്കൻഡ് ഡിഗ്രി ആണ് ഇപ്പൊ പഠിക്കാനുള്ളത്. അതിൽ എന്തുണ്ടാവണം, x² ഉണ്ടാവണം. അപ്പൊ ഈ x² വേണമെങ്കിൽ ഈ എ ഒരിക്കലും 0 ആവാൻ പാടില്ല. പിയും സിയും ഇഷ്ടമുള്ള നമ്പർ ആവും. ഇത് x² ഉള്ള ടേം, ഇത് എക്സ് മാത്രമല്ല, ഇതൊരു കോൺസ്റ്റന്റ്. ഏതോ നമ്പർ നോക്കൂ, x² ഉണ്ട്, പിന്നെ ഒരു എക്സിന്റെ ടേം ഉണ്ട്, പിന്നെ ഒരു കോൺസ്റ്റന്റ്. ആ രൂപത്തിലാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതിൽ ഈ ഒരു ഫോം നമ്മൾ അറിഞ്ഞിരിക്കും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോം ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്ക്വയർ കംപ്ലീഷൻ. അപ്പൊ സ്ക്വയർ കംപ്ലീഷൻ പറയുന്നതിന് മുമ്പ് നമ്മൾ മുന്നേ പഠിച്ചൊരു കാര്യം പറയാൻ നോക്കൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും a+b² നമുക്കറിയാം, അതിന്റെ എക്സ്പാൻഷൻ. a+b² എക്സ്പാൻഷൻ എന്താ പഠിച്ചിട്ടുള്ളത്, ഇവിടെ എഴുതണോ കേട്ടോ. എക്സ്പാൻഷൻ എന്താ പഠിച്ചിട്ടുള്ളത്, a² പ്ലസ് 2ab പ്ലസ് b². അല്ലെ, ഇതാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഷോർട്ട് ഫോം ആണ് ഇതെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഇത് തിരിച്ചു തരുന്നു. എയും ബിക്ക് പകരം x+1² ആണെങ്കിലോ, എയുടെ സ്ഥാനത്ത് എക്സ്, ബിയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പൊ എക്സ്പാൻഷനിൽ കൊടുത്ത എന്താ, എയുടെ സ്ഥാനത്ത് എക്സ്, അപ്പൊ എന്താ x² പ്ലസ് 2ab എന്ന് വരുമ്പോ 2 ഇൻറ്റു എക്സ്, 2x ഇൻറ്റു 1 എന്താ 2x പ്ലസ് b² എന്ന് പറഞ്ഞാൽ 1². അപ്പൊ നമുക്കറിയാം x+1² എക്സ്പാൻഷൻ ആണ് x² പ്ലസ് 2x പ്ലസ് 1². ഇതേപോലെ നമുക്ക് x+1 പോലെ നമ്മൾ x+2 എഴുതും. അപ്പൊ എന്താ വരിക, എയുടെ സ്ഥാനത്ത് എക്സ്, ബിയുടെ സ്ഥാനത്ത് 2. അപ്പൊ ഇവിടെ കൊടുത്തു ഇക്വേഷൻ. അപ്പൊ എന്ത് വരും, a² എന്നുള്ളത് എന്താവും, a ഇത്, b ഇത് a, ഇത് b. അപ്പൊ എന്താവും, a² എന്നുള്ളത് x² പ്ലസ് 2 ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ a ഇൻറ്റു ബി, a ഇൻറ്റു ബി എന്ത് വരും, a ഇൻറ്റു ബി എന്താ 2x. a ഇൻറ്റു ബി 2 ഇൻറ്റു എക്സ് ആകുമ്പോ 2x ഇൻറ്റു ഈ 2 കൂടെ വരുമ്പോ എന്താവും, 2x ഇൻറ്റു 2 4x പ്ലസ് പിന്നെ b² എന്ന് പറഞ്ഞാൽ എന്താ 2². അപ്പൊ നമുക്ക് x+2² എക്സ്പാൻഷൻ ഒക്കെ എന്ത് കിട്ടി, x² പ്ലസ് 4x പ്ലസ് 2². ഇതേപോലെ നമുക്ക് x+3 എഴുതാം. എന്തായിരിക്കും, അപ്പൊ ഇത് a, ഇത് b, എയുടെ സ്ഥാനത്ത് എക്സ്, അപ്പൊ a² എന്ന് പറഞ്ഞാൽ x² പ്ലസ് 2ab. a ഇൻറ്റു ബി ആദ്യം ചെയ്യാം. a ഇൻറ്റു ബി എന്താ 3x ഇൻറ്റു 2 ചെയ്യുമ്പോ 3x ഇൻറ്റു 2, 3 ഇൻറ്റു 2 6x പ്ലസ് 2² എന്ന് പറയുന്നത് 3 ആവുമ്പോ 3².
അപ്പൊ നോക്കൂ, ഇതിന്റെ എക്സ്പാൻഷൻ ഇങ്ങനെ കിട്ടി. അങ്ങനെ ഓരോന്നിന്റെ എക്സ്പാൻഷൻ ഇതെല്ലാം ഒരു 2-3 നമ്മൾ എഴുതി നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന്റെ ഒക്കെ സ്ക്വയറുകൾ a+b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്ത് a² + 2ab + b². ഇനി നമുക്ക് തരാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ എക്സ്പാൻഷനാണ് തരിക. എന്നാൽ അതിനെ ഹോൾ സ്ക്വയർ എന്നുള്ള ഈ രൂപത്തിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ അങ്ങനെ മാറ്റുമ്പോ അങ്ങനെ കംപ്ലീറ്റ് സ്ക്വയറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് നോക്കുക. എന്തൊക്കെ ഇതിന്റെ പ്രത്യേകത? ഇവിടെ കിടക്കുന്ന x² എല്ലാത്തിന്റെയും കോഎഫിഷ്യന്റ് 1. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചോക്കെ, ഇതിന്റെ ഒക്കെ ഹാഫ് ആകുമ്പോഴത്തെ നമ്പർ സ്ക്വയർ നോക്കണ്ട. 2ന്റെ ഹാഫ് 1, 4ന്റെ ഹാഫ് 2, 6ന്റെ ഹാഫ് 3. അല്ലെ? എല്ലാം അതുപോലെ തന്നെ വരുന്നത്. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതിന്റെ പകുതിയാണ് ഇവിടെ കിടക്കുന്നത്. സ്ക്വയർ, പകുതിയുടെ സ്ക്വയർ ആണ് എല്ലാവരും. 2ന്റെ ഹാഫ് 1, 4ന്റെ ഹാഫ് 2, 6ന്റെ ഹാഫ് 3. അപ്പൊ നമുക്ക് ഇതിന്നൊരു പോയിന്റ് എഴുതാം. ഗിവൺ second degree equation is a complete square if ഒരു കണ്ടീഷൻ നോക്കൂ. അപ്പൊ ഇതൊക്കെ എന്താണ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോർമുല കിടക്കുന്നത്. നോക്കി നോക്കിയേ, എല്ലാത്തിന്റെയും ഹയസ്റ്റ് പവർ എക്സിന്റെ പവർ, ഏറ്റവും വലിയ എക്സിന്റെ പവർ എന്താ 2 അല്ലെ? എല്ലാത്തിലും അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇക്വേഷനാണ് നമ്മൾ എന്താ പറയാ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇങ്ങനെ തരും, നമുക്ക് ഇത് തരും, ഇത് നമുക്ക് കിട്ടും പ്രോബ്ലത്തിന്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എഴുതണമെങ്കിൽ 2 കണ്ടീഷൻസ് നമ്മൾ നോക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ x², കോഎഫിഷ്യന്റ് ഓഫ് x² എന്തായിരിക്കണം? = 1. അതായത് x² അപ്പുറത്ത് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഒരു നമ്പർ ഉണ്ടാവാൻ പാടില്ല, അതായത് 1. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ ടേം വിത്തൗട്ട് എക്സ്. is equal to square of the half of the coefficient of x. നമുക്ക് ടേം വിത്തൗട്ട് എന്ന എക്സ് ഇല്ലാത്ത ടേം നോക്കി, ഇവിടെ 1² ഈ എക്സ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് എക്സിന്റെ കൂടെ കിടക്കുന്ന നമ്പർ, അതാണ് എക്സിന്റെ കോഎഫിഷ്യന്റ്. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതിന്റെ പകുതിയുടെ സ്ക്വയർ, ഇതിന്റെ പകുതി 1². അതേപോലെ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാ 4, 4ന്റെ പകുതി 2². പിന്നെ എക്സിന്റെ കൂടെ ഇവിടെ 6ന്റെ പകുതി 3. അതായത് എക്സ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് ഇതൊക്കെ ഇതിന്റെ പകുതിയുടെ സ്ക്വയറോ ഇതിന്റെ പകുതിയുടെ അതാണ് ഇവിടെ എഴുതിയത്. എക്സ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് എന്താണ്? എക്സ് മാത്രമുള്ള ടേമിന്റെ കൂടെ കിടക്കുന്ന, അതാണ് കോഎഫിഷ്യന്റ്, അതിന്റെ പകുതി സ്ക്വയർ ആയിരിക്കും ലാസ്റ്റ്. ഇങ്ങനെ രണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ? ഇവിടെ എക്സും ഇവിടെ 1 ആണെങ്കിൽ നമുക്ക് x + 1 ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് ഇവിടെ 2 അല്ലേ, അപ്പൊ x + 2 ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് ഇവിടെ 3 അല്ലേ, അപ്പൊ x + 3 ഹോൾ സ്ക്വയർ എന്ന്. ഇങ്ങനെയാണ് കംപ്ലീറ്റ് സ്ക്വയർ. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ അത് ക്ലിയർ ആവും. ഇതൊന്ന് നോട്ട് ചെയ്യും. പേജ് നമ്പർ 86 ഫസ്റ്റ് പ്രോബ്ലം കേട്ടോ. നോക്കുക, പേജ് 86 പ്രോബ്ലം നമ്പർ 1. ക്വസ്റ്റ്യൻ നോക്കുക എല്ലാവരും. 1 added to the product of 2 consecutive even number. 1 ആഡ് ചെയ്യുന്നു എന്തിനോട് കൂടി? പ്രൊഡക്റ്റ് ഓഫ് 2 consecutive even number. 2 കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത ഈവൻ നമ്പേഴ്സ്. അതിന് പ്രൊഡക്റ്റ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻഡു ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഗീവ്സ് 289. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്ന നമ്പേഴ്സ് ഏതാണെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. സാധാരണ നമ്പേഴ്സ് ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ലെറ്റർ ആണ് അതിന് എന്ത് ഡിനോട്ട് ചെയ്യുക? എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. ഇവിടെ പറയുന്ന നമ്പേഴ്സ് ഏതാ? 2 consecutive ഈവൺ നമ്പർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? 2 ഉണ്ട് അല്ലെ. ഫസ്റ്റ് ഈവൺ നമ്പറിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈവൺ നമ്പർ
അറിയാത്ത നമ്പർ ആയതുകൊണ്ട് എക്സ്. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, സെക്കൻഡ് ഈവൺ നമ്പറിനെയോ എന്തെടുക്കാം? നമുക്കറിയാം ഈവൺ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ് ഈവൺ നമ്പേഴ്സ് ആണ്? 2 അല്ലെ, 4, 6, ഇതാണ് ഈവൺ നമ്പേഴ്സ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? 2 ആഡ് ചെയ്ത് പോണു അല്ലെ. ഇതാണ് ഈവൺ നമ്പേഴ്സ്. 2 ആഡ് ചെയ്ത് പോണു. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്പർ നമ്മൾ എക്സ് എടുത്ത് വെച്ചാൽ തൊട്ടടുത്ത നമ്പർ എന്തായിരിക്കും? എക്സ് ആണെങ്കിൽ എന്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി? എക്സ് പ്ലസ് 2. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിന്റെ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഇൻഡു ചെയ്യാം. പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ എന്താ പ്രൊഡക്റ്റ് പറഞ്ഞാൽ എക്സും എക്സ് പ്ലസ് 2 കൂടി ഇൻഡു ചെയ്യും. ഇതെങ്ങനെ ഇൻഡു ചെയ്യാം? നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻഡു എക്സ്. എന്താ എക്സ് ഇൻഡു എക്സ്? എക്സ് ഇൻഡു എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് കേട്ടോ. എക്സ് ഇൻഡു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻഡു 2, എക്സും 2 ചേർന്ന് 2x. ഇനി ഇതിനോട് കൂടി എന്താ? 1 ആഡഡ് ടു ദ പ്രൊഡക്റ്റ്. ഇതിനോട് കൂടി 1 ആഡ് ചെയ്യാം. 1 ആഡഡ് ടു പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിനോട് കൂടി 1 ആഡ് ചെയ്താൽ ഗീവ്സ് എന്ത് ഗീവ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്? 289 കിട്ടുന്നു. 289 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് എന്നുള്ള ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2x എഴുതും. എക്സ് സ്ക്വയർ പ്ലസ് 2x. അതിനോടുകൂടി എത്ര ആഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? 1 ആഡ് ചെയ്യാൻ. ഇതിനോടുകൂടി 1 ആഡ് ചെയ്ത് കൊടുക്കുക. ഈക്വൽ ടു 218. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നുള്ളത്. പ്രൊഡക്റ്റിനോട് കൂടി 1 ആഡ് ചെയ്യുക. പ്രൊഡക്റ്റ് എഴുതി 1 ആഡ് ചെയ്തു. ഇനി നമ്മളിപ്പോ കംപ്ലീറ്റ് സ്ക്വയർ പറഞ്ഞപ്പോ പറഞ്ഞു ഇവിടെയും സ്ക്വയർ ആണ്, ഇവിടെയും സ്ക്വയർ. അപ്പൊ ഈ 1നെ നമ്മൾ ഇങ്ങനെ ഒരു രൂപത്തിൽ എഴുതുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആൾസോ ഈക്വൽ ടു 1 സ്ക്വയർ മാറ്റി എഴുതുന്നു. കാരണം ഇത് ഇതിനോട് ഈക്വൽ. അപ്പൊ ഈ 1നെ മാറ്റി 1 സ്ക്വയർ 218. ഇപ്പൊ നോക്കൂ, നമ്മൾ നേരത്തെ സ്ക്വയർ കംപ്ലീറ്റിംഗ് സ്ക്വയറിൽ പറഞ്ഞു ഫസ്റ്റ് ടേം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1. ഓക്കെ, ഇതിന്റെ ഹാഫ് 1 സ്ക്വയർ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എന്ത് എഴുതാം? എക്സ് 1 ആണെങ്കിൽ എക്സ് പ്ലസ് 1 ഓൾ സ്ക്വയർ ആയിരിക്കും. ഈ എക്സ് ആണ് ഇവിടെ, ഇവിടുത്തെ 1 ഇവിടെയും വന്നു കഴിഞ്ഞാൽ അതിനെ എക്സ് പ്ലസ് 1 ഓൾ സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 289. അതാണ് നമ്മൾ സ്ക്വയർ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, പിന്നെ ഇവിടെ കിടക്കുന്ന നമ്പറിന്റെ പകുതി ആവുന്നത് 1. അങ്ങനെ ആണെങ്കിൽ എക്സ് പ്ലസ് 1 ഓൾ സ്ക്വയർ എന്ന് എഴുതാം നമുക്ക്. കാരണം ഇതിന് എക്സ്പാൻഡ് ചെയ്തത് കിട്ടും നമുക്ക്. അപ്പൊ വേഗം എഴുതാൻ വേണ്ടി നമ്മൾ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യണം. ഇനി എക്സ് പ്ലസ് 1 ഈക്വൽ ടു ഈ സ്ക്വയർ അപ്പുറത്ത് പോയാൽ റൂട്ട് സ്ക്വയർ അപ്പുറത്ത് റൂട്ട് 218. ഇനി റൂട്ട് 289 കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ എപ്പോഴും ചെയ്യാറ് പോലെ പെയർ ആക്കുക. ലാസ്റ്റ് 1 2 എന്ന് പറഞ്ഞു 1 2 എന്ന് പറഞ്ഞ് പെയർ ആക്കി. അപ്പൊ ഇവിടെ 2 ബാക്കി. 2 ഇവിടെ മാത്രം ഇവിടെ വരും. ഇവിടെ 89. ഇനി ഇതിന്റെ റൂട്ട് കാണാം. നമുക്കറിയാം 1 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയർ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 square 9, 4 square 16, 5 square 25, 6 square 36, 7 square 49, 8 square 64, പിന്നെ 9 square ഇവിടെ 9 square 81 എഴുതി. 1 ഡിജിറ്റിന്റെ എല്ലാത്തിനും സ്ക്വയർ എഴുതി വെച്ചു. അപ്പൊ ഇനി നമ്മൾ നോക്കുക, ഫസ്റ്റ് ഡിജിറ്റ് 2 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയറാ? ഏത് നമ്പറാ? 2 ഇതിൽ വരുന്നുണ്ടോ നോക്കുക. 2 ഇല്ല അല്ലെ. ഏതാ പിന്നുള്ളത്? 1 ആണല്ലേ. 2നേക്കാൾ ചെറുതൊട്ട് താഴെയുള്ളത് 1 എന്ന് പറഞ്ഞാൽ ഏതിന്റെയാണ്? 1ന്റെ. സോ നമുക്ക് അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് 1 എന്ന് എഴുതാം. നെക്സ്റ്റ് 89 ആണ്. 89 ഒക്കെ നോക്കാൻ നമ്മൾ എന്തെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് 9 വരുന്നത് ഏതൊക്കെ? ഏതിന്റെ ഒക്കെ സ്ക്വയറിലാണ് 9 വരുന്നത്? ഒന്ന് ഇവിടെ 9 വരുന്നുണ്ട്, പിന്നെ എവിടെ 9 വരുന്നത്? 14. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഈ റൂട്ടിന്റെ ആൻസറിൽ സെക്കൻഡ് കിടക്കുന്ന ഡിജിറ്റ് ഒന്നെങ്കിൽ ഏതാ? 9ന്റെ ഏതിന്റെയാ? 3യുടെ. അല്ലെങ്കിൽ ഏതാ? 9 ഇവിടെ 9ന്റെ ഏതാ? 7. അപ്പൊ നമുക്ക് സെക്കൻഡ് ഡിജിറ്റ് ഉറപ്പിക്കാം ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 7. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്ത് നോക്കുക. 30 അല്ലെ. 1ന്റെ അപ്പുറത്ത് ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ ഏതാ?
ഇൻറ്റു ചെയ്ത് നോക്കുക. ആൻസർ എന്ത് വരും? 289. സോ ആൻസർ 289. എത്രയാണ്? 17. സോ ഇതിന്റെ റൂട്ട് x is equal to 17. അത് കിട്ടി. അപ്പൊ x കണ്ടെത്താം. x is equal to +1 അപ്പുറത്ത് പോകുമ്പോ -1. 17 - 1 16. അപ്പൊ ഈവൺ നമ്പർ കിട്ടി. ഫസ്റ്റ് ഈവൺ നമ്പർ കിട്ടിയില്ലേ? സോ നമ്പേഴ്സ് ആർ ഈവൺ നമ്പേഴ്സ് ആർ. ഏതൊക്കെ ഈവൺ നമ്പേഴ്സ്? ഒന്ന് x 16, അടുത്ത x + 2, തൊട്ടടുത്ത ഏതാ വരെ ഈവൺ നമ്പർ? 16ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 18. ആൻസർ 18. പേജ് നമ്പർ 86 സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. 9 added to the product of two consecutive multiples of 6 gives 729. പേജ് നമ്പർ 86 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നേരത്തെ നമുക്ക് 2 ഈവൺ നമ്പറാ, അതിന് പകരം ഇവിടെ പറയും ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6ന്റെ മൾട്ടിപ്പിൾസ് ആക്കാം. അങ്ങനെ തൊട്ടടുത്ത 2 മൾട്ടിപ്പിൾസ് പ്രൊഡക്റ്റ് ചെയ്യും. ആൻഡ് 9 ആഡഡ്, അതിനോട് കൂടി 9 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 729 ആണ്. സോ വാട്ട് ആർ ദ നമ്പേഴ്സ്? ഏതൊക്കെയാ നമ്പേഴ്സ്? അപ്പൊ 2 6ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ നമ്പേഴ്സ് അറിയാത്തതുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 6ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിളിനെ നമുക്ക് എന്തെടുക്കാം? മൾട്ടിപ്പിൾ ഓഫ് 6നെ നമുക്ക് അറിയാത്തതുകൊണ്ട് x. ഇനി അതേപോലെ സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 6 എന്തെടുക്കാം? 6ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ എങ്ങനെയാ? മൾട്ടിപ്പിൾ ഓഫ് 6 എന്താ പ്രത്യേകത? മൾട്ടിപ്പിൾ ഓഫ് 6 ഒക്കെ എങ്ങനെയാ? ഫസ്റ്റ് ടേം 6, പിന്നെ 12, 18 അല്ലെ, എക്സെട്ര. എന്താ ആഡ് ചെയ്യണ? 6 ആഡ് ചെയ്ത് പോകും അല്ലെ. 6 ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. അപ്പൊ ഒരു നമ്പർ x ആണെങ്കിൽ അടുത്തത് എന്താ? x + 6. ഫസ്റ്റ് x ആണ് എടുത്ത വെച്ചാൽ തൊട്ടടുത്ത് എന്താ? x + 6. ഇനി അതിന്റെ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് പറഞ്ഞാൽ രണ്ടും കൂടി ഇൻറ്റു ചെയ്യും. പ്രൊഡക്റ്റ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? പ്രൊഡക്റ്റ് ഈക്വൽ ടു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം ആദ്യം അല്ലെ. x + 6. അപ്പൊ x + 6 കൂടി ഇൻറ്റു ചെയ്യും. ഇൻറ്റു ചെയ്ത് എന്ത് വരും? x × x എന്താ? x² + 6 × x 6. ഇതിനോട് കൂടി 9 ആഡ് ചെയ്യാം. 9 ആഡഡ് ടു പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിനോട് കൂടി 9 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, ഈ പ്രൊഡക്റ്റിനോട് കൂടി നമുക്ക് 9 ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ഏതാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 729 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 729. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് എടുത്തു ഏതാ? x² + 6x. അതിനോട് കൂടി 9 ആഡ് ചെയ്യും. = 729 എഴുതി. അപ്പൊ നേരത്തെ പോലെ തന്നെ ചെയ്യും. x² അതുപോലെ എഴുതി. 6x + 9 നോക്കാം. 9 ഏതിന്റെ സ്ക്വയറാ? 3. അപ്പൊ അതിന് 3² 729. അപ്പൊ നോക്കിയേ, x², പിന്നെന്താ അവിടെ ഉള്ളത്? 3 അല്ലെ. സ്ക്വയർ, 2 സ്ക്വയറുകൾ. x² കോഎഫിഷ്യന്റ് 1. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? നമ്പർ 6. 6ന്റെ പകുതി ഇവിടെ 3. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം? x ഉം 3 അല്ലേ. സോ x + 3 2. x 3. പിന്നെ നോക്ക്, ഇതിന്റെ പകുതിയാണ് ഇവിടെ കിടക്കുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 729. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്വയർ അപ്പുറത്ത് പോയാൽ x + 3 = √729. സോ x = അല്ലെ, കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് ആദ്യം റൂട്ട് കണ്ടുപിടിക്കണ്ടേ? നമ്മള് റൂട്ട് കണ്ടുപിടിക്കുന്നതിന് പെയറാക്കാം. നോക്കൂ, ലാസ്റ്റ് 1 2 7. അപ്പൊ നോക്കാം 7 കറക്റ്റ് വരുന്നുണ്ടോ നോക്കാം. 7 ഇതിൽ വരുന്നുണ്ടോ നോക്കാം. ഇല്ല അല്ലെ. അപ്പൊ 7ന്റെ തൊട്ട് മുന്നേ വരുന്നത് ഏതാണ്? 4. 4 ഏതിന്റെയാ? 2. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഫസ്റ്റ് ഡിജിറ്റ് 2. ദെൻ നെക്സ്റ്റ് 2 ഡിജിറ്റാ 29. അതിൽ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും നോക്കുക 9 ആ. നേരത്തെ നമുക്ക് 9 തന്നെയാണ്. 9 എവിടേക്ക് വരുന്നത് നോക്കാം. 9 ഒന്നും ഇവിടെ, അതായത് 3 ഇവിടെ.
പിന്നെ 9 വരുന്നത് എവിടെ? ഇവിടെ 7ന്റെ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇതിലെ സെക്കൻഡ് ഡിജിറ്റ് ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 7. അപ്പൊ 23 ഇൻറ്റു ചെയ്ത് നോക്കുക നമ്മള്. പിന്നെ 27 ചെയ്ത് നോക്കുക. 23 ചെയ്ത് നോക്കാം കേട്ടോ. 27 ചെയ്താൽ എന്ത് വരും? 729 കറക്റ്റ് കിട്ടി. സോ ആൻസർ 27. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? +3 അങ്ങോട്ട് പോയാൽ 27 - 3 എന്താ? 20 എക്സ് കിട്ടി. സോ ഏതൊക്കെയാണ് മൾട്ടിപ്പിൾസ് ഓഫ് 6? ബാക്കി ഇവിടെ എഴുതുന്നുണ്ട്, വർക്കിംഗോളാം. 20 എത്ര കിട്ടിയത് നമുക്ക്? 24. സോ ഫസ്റ്റ് എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. മൾട്ടിപ്പിൾസ് ഓഫ് 6. ഒരു നമ്പർ നമ്മൾ എക്സ് ആണ് എടുത്തത്. എക്സ് അല്ലെ, ഒന്ന് നമ്പർ എക്സ്. എക്സ് എന്താ കിട്ടിയേ? 24. അടുത്ത നമ്പർ നമ്മൾ എടുത്തത് x + 6. x + 6 എന്താ? +6 ചെയ്താ തൊട്ടടുത്ത നമ്പർ 30. സോ ലാസ്റ്റ് ആൻസർ 24, 30. ഇനി നമ്മൾ തേർഡ് പ്രോബ്ലം ചെയ്യാണ്ട് ഫോർത്ത് പ്രോബ്ലം ആണ് ചെയ്യുന്നത് കേട്ടോ. ഒരേ ടൈപ്പ് ഒരുമിച്ച് ചെയ്യാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ 16 ആഡഡ്. ഇതും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. 16 added to the sum of the first few terms of the arithmetic sequence 9, 11, 13. ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിരിക്കാം. ഈ സീക്വൻസിലെ ഏതാനും കുറച്ച് ടേംസുകൾ ആഡ് ചെയ്തപ്പോ സമ്മ ചെയ്ത് അതിനോടുകൂടി 16 ആഡ് ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? 256. അതായത് ലാസ്റ്റ് ഇങ്ങനെ തന്നിരിക്കുന്നത് 16 added to the sum is equal to 256. How many terms? അതായത് ഒരു സീക്വൻസ് ഇങ്ങനെ തന്നു. എന്നിട്ട് പറയാ ഈ സീക്വൻസിൽ എത്രയോ ടേംസ്, എത്ര ടേംസിന്റെ അറിയില്ല, എത്രയോ ടേംസിന്റെ സമ്മിനോട് കൂടി 16 ആഡ് ചെയ്തപ്പോൾ ഇത് കിട്ടി എത്ര? 256 കിട്ടി. അപ്പൊ ഹൗ മെനി ടേംസ് ആർ ആഡഡ്? എത്ര ടേംസ് ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തത്? അതായത് നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് ആണ് നമുക്ക് ലാസ്റ്റ് ഫൈൻഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ടേംസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ടേംസിന് നമ്മൾ കണ്ടെത്തിയ ലെറ്റർ എന്തായിരുന്നു? n. n ആണ് ഇവിടെ ലാസ്റ്റ് നമുക്ക് എത്തേണ്ടത്. അതിനായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. 2 പോയിന്റ്സ് ആണ് നമുക്ക് തന്നത്. ആ പോയിന്റ് എഴുതി വെച്ചു, നമ്മള് കണ്ടെത്താനുള്ളത് എഴുതി വെച്ചു. ഇനി നോക്കാം. ഇതാണ് നമ്മുടെ സീക്വൻസ്. സമ്മ് എത്രയോ ടേംസിന്റെ സമ്മ. അപ്പൊ നമുക്ക് അറിയില്ല എത്ര ടേംസിന്റെ ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്താ എടുക്കുക? എത്ര ടേംസിന്റെ സമ്മ നമ്മൾ എടുക്കുക? അറിയില്ലെങ്കിൽ സം ഓഫ് എത്ര ടേംസിന്റെ സം ഓഫ് n ടേംസ് ആണെന്ന് വിചാരിക്കാം. അപ്പോഴല്ലേ n കിട്ടും. n ടേംസ് ആണ് നമ്മൾ വിചാരിച്ചു. അതിനൊരു ഫോർമുല നമ്മളുണ്ടല്ലോ, എന്താ? n/2 ഇൻറ്റു നമ്മൾ പഠിച്ചിട്ടുണ്ട്. n/2 ഇൻറ്റു x1 + xn. അതിൽ n നമുക്ക് കണ്ടെത്താനുള്ളതാ. x1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9. അപ്പൊ അത് ഇതിൽ എഴുതാം. n/2 അതുപോലെ എഴുതി. x1 എന്ന് പറയുന്നത് നമുക്കറിയാം 9 പ്ലസ് xn പക്ഷെ അറിയില്ല, അത് കണ്ടെത്താം. xn കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫോർമുല. xn = dn + x1 - d = d. എന്താ? d എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. എത്രയാണ് ഇവിടെ ആഡ് ചെയ്ത് പോണത്? d = എന്താ? 2. കോമൺ ഡിഫറൻസ് 2. അപ്പൊ അത് ഇവിടെ കൊടുക്കാം. n കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ 2n പ്ലസ് x1 എന്താ? ഫസ്റ്റ് ടേം 9. 9 - 2d = 2n പ്ലസ് 9 - 2 എന്താ? 7. സോ നമുക്ക് xn കിട്ടി. അത് ഇവിടെ xnന്റെ പ്ലേസിൽ കൊടുക്കും. 2n + 7 = n/2 അതുപോലെ എഴുതി. ഇവിടെ നോക്കൂ, n-ന്റെ ടേം ഒറ്റ ഒന്നുള്ളൂ, അത് അതുപോലെ എഴുതി. പ്ലസ് 7 + 9 എന്താ? 16. ഇനി ഒന്നും കൂടെ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിട്ട് n/2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് വരും? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താ n/2 ഇൻറ്റു അടുത്ത സ്റ്റെപ്പ് n/2 ഇൻറ്റു 2n പ്ലസ് അടുത്ത് ഇതിങ്ങനെ n/2 ഇൻറ്റു 16 ഇൻറ്റു
2 ക്യാൻസൽ. അപ്പൊ ബാക്കി n ഇൻറ്റു എൻ. n ഇൻറ്റു എൻ എന്താ? n ഇൻറ്റു എൻ n സ്ക്വയർ പ്ലസ് ഇനി അടുത്ത n/2 ഇൻറ്റു 16. 2 16 8 10. അപ്പൊ 8 ഇൻറ്റു എൻ 8n. അപ്പൊ നമുക്ക് സം ഓഫ് n ടേംസ് കിട്ടി. n അറിയാത്തത് കൊണ്ടാണ് കേട്ടോ n സ്ക്വയർ പ്ലസ് 8n എന്ന് കിട്ടി. സമ്മിനോട് കൂടി 16 ആഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ സമ്മിനോട് കൂടി നമ്മൾ 16 സം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കണ്ടെത്തി. n സ്ക്വയർ പ്ലസ് 8n എത്ര ആഡ് ചെയ്യണതിനോട് കൂടി 16 ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് 256. നമുക്ക് എന്നിലേക്ക് എത്തണം കേട്ടോ. ലാസ്റ്റ് n എന്നുള്ള ഫോമിലേക്ക് എത്തണം. അപ്പൊ ഇത്രയും വരെ നമുക്ക് കിട്ടി. ഇനി നോക്കൂ, n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16. അപ്പൊ എന്ത് ചെയ്യാം? ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ 16 ഏതിന്റെ സ്ക്വയറാ നോക്കി നോക്കിയേ. n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയറാ. 4 സ്ക്വയർ ഈക്വൽ ടു 256. ഓക്കെ, എക്സ് നേരത്തെ ഒക്കെ നമ്മൾ ചെയ്തപ്പോ ഇവിടെ എക്സ് സ്ക്വയർ എക്സ് നോക്കിയിരുന്നു. അതിന് പകരം ഇവിടെ n എന്നേ വ്യത്യാസമുള്ളൂ. കോഎഫിഷ്യന്റ് 1, ഇതിന്റെ പകുതി ഇവിടെ 4. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇതിനെ? ഇത് n പ്ലസ് ഇത് 4 ഓൾ സ്ക്വയർ ഈക്വൽ ടു 256. അപ്പൊ അത് കിട്ടി. n പ്ലസ് 4 ഓൾ സ്ക്വയർ ഈക്വൽ ടു 256. ഇനി ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക? n കണ്ടുപിടിക്കുക. സ്ക്വയർ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. സ്ക്വയർ അപ്പുറത്തേക്ക് കൊണ്ടുപോയാല് എത്ര വരും? സ്ക്വയർ അപ്പുറത്തേക്ക് പോയാല് റൂട്ട് അല്ലെ? അപ്പൊ ബാക്കി ഇവിടെ എഴുതാം. n പ്ലസ് 4 ഈക്വൽ ടു റൂട്ട് 256. നേരത്തെ പോലെ തന്നെ റൂട്ട് കാണാം. പെയറാക്ക 1 2 കോമൺ. ഇവിടെ ഇനി പെയറാക്കല്ലേ 2. 2ന് കറക്റ്റ് റൂട്ട് ഇല്ല. അപ്പൊ എന്താ? 2ന്റെ തൊട്ട് മുന്നേ വരുന്നത് ഏതാ? 1. 1ന്റെ ഏതാ? 1. ഇനി 56 അവസാനിക്കുന്ന 6ൽ. അപ്പൊ നോക്കി നോക്ക, 6ൽ അവസാനിക്കുന്നത് ഏതൊക്കെയാ നോക്കി നോക്ക. 6ൽ അവസാനിക്കുന്നത് ഏതൊക്കെ? നേരത്തെ എഴുതിയതാണ്. 6ൽ അവസാനിക്കുന്ന ഏതൊക്കെ? ഇതാ, ഇത് 6ലാ. അതേപോലെ പിന്നെ 6ൽ അവസാനിക്കുന്ന ഏതാ? ഇതാ, ഇത് 6ലാ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം സെക്കൻഡ് ഡിജിറ്റ് 6ൽ അവസാനിക്കുന്ന ഏതിന്റെയാ? 4ഓ അല്ലെങ്കിൽ ഏതാവാം? 6ഓ. അപ്പൊ സെക്കൻഡ് ഡിജിറ്റ് 4ഓ 6ഓ. അപ്പൊ നമുക്ക് 4 ആണെങ്കിൽ 40 ഇൻറ്റു ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 16 ഇൻറ്റു ചെയ്ത് നോക്കിയേ. 256 കറക്റ്റ് കിട്ടി. അപ്പൊ റൂട്ട് 16. സോ n is equal to number of terms is equal to 16 minus 4 എത്രയാ? 12. സോ ഇതിൽ പറയുന്ന നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 12.